ഇതിനൊക്കെ പകരമായിട്ട് മോൾക്ക് എന്തു തന്നാലും അത് മതിയാവില്ല. എനിക്കൊന്നും വേണ്ട അച്ഛാ, അച്ഛന്റെ സ്നേഹം മാത്രം മതി. അച്ഛൻ ചിലതൊക്കെ മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട്. അച്ഛാ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ മോളെ? ഞാൻ ഇന്ന് നമ്മുടെ ജോത്സ്യനെ വിളിച്ചിരുന്നു. ഇതുവരെ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യമായിട്ട് തന്നെ സംഭവിച്ചു. ഇന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. അത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഇത് കേട്ടപ്പോ എന്റെ കൈയും കാലും വിറച്ചുപോയി. എന്താ ജോത്സ്യം പറഞ്ഞത്? നമ്മുടെ വീട്ടിലെ അപകടങ്ങൾ തീർന്നിട്ടില്ല. നെല്ലിശ്ശേരിയില് ഒരു മരണം കൂടി ഉടൻ സംഭവിക്കുന്ന ജോത്സ്യം പറഞ്ഞത്. അച്ഛാ, അതെന്റെ നന്ദേട്ടന്റെ കാര്യമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അർച്ചനയുടെ കുഞ്ഞാ വീട്ടിൽ ജനിക്കുന്നോണ്ട് എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. അത് അച്ഛന്റെ പേരക്കുട്ടിയാ. പക്ഷെ ദോഷമുള്ള ഒരു കുട്ടിയായത് വളരാൻ പാടില്ല. അത് ആ കുട്ടിയോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹമായിരിക്കും. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഈ ദോഷങ്ങൾക്ക് എല്ലാം ഒരു പരിഹാരം ചെയ്യണം. മോള് വിഷമിക്കണ്ട. അച്ഛൻ പുറത്തു വന്നാൽ ഉടനെ ആ ജോത്സ്യനെ വിളിച്ചു വരുത്തി വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യിക്കാം. അർച്ചനയ്ക്ക് സച്ചിക്കാനോട് വെറുപ്പായിരിക്കും. ഞാനീ പറയുന്നൊന്നും അവർ വിശ്വസിക്കേയില്ല. അതുകൊണ്ട് അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്നാലേ നമ്മുടെ വീടിന്റെ ദോഷങ്ങളെല്ലാം മാറ്റാൻ പറ്റൂ. നിന്റെ നല്ല മനസ്സ് എപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കും. എല്ലാ ദോഷങ്ങൾക്കുമുള്ള പരിഹാരം നമുക്ക് ചെയ്യാം. മോള് ധൈര്യമായിട്ടിരിക്കും. സമയം കഴിഞ്ഞു. എന്നാ പിന്നെ അച്ഛൻ പോട്ടെ മോളെ. ആ, പറഞ്ഞു തീർന്നില്ല. ദേ, രണ്ടുപേരും കൂടി എത്തി. ഞാൻ പിന്നെ വിളിക്കാം. അർച്ചന, ദേ അച്ഛൻ. അർച്ചന. അച്ഛാ. മോളെ. അച്ഛാ. മോളെന്തിനാ കരയുന്നേ? അച്ഛന് ജാമ്യം കിട്ടിയല്ലോ, പിന്നെന്താ? അച്ഛന് വേണ്ടി മോൾ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് അച്ഛനറിയാം. ഇനി ഒരു കുഴപ്പമില്ല. വാ, നമുക്ക് പോവാം. അച്ഛാ. അച്ഛാ. മോനെ, പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടക്കുമ്പോൾ ഞാൻ ഓർത്തത് നിന്റെ കാര്യം മാത്രമാണ്. കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നെ അവിടെ നിന്ന് രക്ഷിച്ചത് ആരെന്നറിയോ? അവന്തിക. അഡ്വക്കേറ്റ് മഹേശ്വരം പോറ്റിയെ കൊണ്ടുവന്ന അവൾ എന്നെ ജാമ്യത്തിലിറക്കിയത്. ലോക്കപ്പില് 2-3 ദിവസമേ കിടന്നുള്ളെങ്കിലും ഒരു ജന്മത്തിന്റെ ദുരിതം മുഴുവൻ ആ സമയം കൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ചു.
അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചത് അവന്തികയ. ഈ ജന്മം നമ്മൾ അവളോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി ഇവൾ ഒരുപാട് ത്യാഗം സഹിച്ചു. എന്തിനാ അച്ഛാ ഇതൊക്കെ നന്ദേട്ടനോട് പറയുന്നേ? അച്ഛനു വേണ്ടി ഞാൻ ചെയ്തതെല്ലാം എന്റെ കടമ മാത്രം. ഇനി അഥവാ നന്ദേട്ടനോട് ഇതൊക്കെ പറഞ്ഞാലും പാവത്തിന് ഇതൊന്നും അറിയാൻ പറ്റില്ലല്ലോ. എന്താ നന്ദേട്ടാ, എന്തെങ്കിലും പറയാനുണ്ടോ? പറ നന്ദേട്ടാ. എന്റെ നന്ദേട്ടനൊന്ന് സംസാരിച്ച് കേട്ടിട്ട് എത്ര നാളായി. കണ്ടില്ല അച്ഛാ, എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നു. നല്ലൊരു കുടുംബത്തിലേക്ക് വന്ന് കയറി, സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടി, കരുതലും വാത്സല്യമുള്ള ഒരു അച്ഛനെ കിട്ടി, നല്ല സഹോദരങ്ങളെ കിട്ടി. പക്ഷെ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിനേക്കാൾ വലുതൊന്നുമില്ല. എന്റെ ജീവനായി കിടക്കുന്ന എന്റെ നന്ദേട്ടൻ ഒരിക്കലെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കാണണമെന്ന എന്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം.